ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ വെറൈറ്റി പൂച്ചെടികളും അതേപോലെ തന്നെ നമ്മളെ നഴ്സറിയുടെ പുതിയ നഴ്സറിയുടെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ ഇന്ന് ഇവിടെ ഫ്ലവർ ചെയ്തിരിക്കുന്ന കുറേ പ്ലാന്റുകളും ഒക്കെ നമുക്കൊന്ന് കാണാം. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒരുപാട് നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മാൻഡിവില്ല വൈറ്റാണിത്. ഏറ്റവും നല്ല ഒരു പൂക്കളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ് മാൻഡിവില്ല. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചതാണ് ക്ലൈമ്പിംഗ് റോസ് പൂത്താൽ എങ്ങനെ ഇരിക്കുന്നത്. അതായത് ഇതാണ് ക്ലൈമ്പിംഗ് റോസ്. ഇങ്ങനെയാണ് ക്ലൈമ്പിംഗ് റോസ് പൂക്കുന്നത്. ഇഷ്ടം പോലെ പൂ കിട്ടും. അതേപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ പൂക്കുന്ന ഒരു പ്ലാന്റാണ് ക്ലൈമ്പിംഗ് റോസ് എന്നറിയപ്പെടുന്നത്. നമ്മളെ വള്ളി റോസ്. അതിൻ്റെ റെഡ് കളറാണ് തയ്ക്കുന്നത്. ഈ സൈസിലുള്ള ഫ്ലവേഴ്സാണ് വരുന്നത്. ഒരു കെയറും ഇല്ലാതെ ഇത്രത്തോളം പൂ പിടിക്കുന്ന ഒരു റോസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടാനില്ലാത്ത ഒന്നാണ്. അതേപോലെ തന്നെ ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് പറയുന്ന വെറൈറ്റി പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മളെ ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റുകളാണ്. ചെമ്പരത്തിയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബൊഗെയിൻവില്ല പ്ലാന്റുകൾ നല്ല ഭംഗിയാണ്. അങ്ങനെ ഇതിനെപ്പറ്റി ബൊഗെയിൻവില്ലയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ ബൊഗെയിൻവില്ലയുടെ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. നിറച്ച് പൂവിടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, പ്ലാന്റ് വളർച്ച കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ബ്ലൂമർ, ലോക്കലി നൈറ്റ് ബ്ലൂമർ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. നമ്മൾ ഡിസംബർ മാസം ജനുവരി ഫെബ്രുവരിയിലൊക്കെ നിറച്ച് പൂ പിടിക്കുന്നൊരു പ്ലാന്റാണ്. പണ്ട് കാലം മുതലേ ഉള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കുന്ന ഒരു പ്ലാന്റാണ് നൈറ്റ് ബ്ലൂമർ എന്നറിയപ്പെടുന്ന ഈ വെറൈറ്റി. എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു സ്പെസിമെൻ പ്ലാന്റാണ് വെച്ചത്. ക്രിസാന്തിമം പ്ലാന്റാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന പൂക്കളുടെ നാടൻ വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഒരുപാട് ഹൈബ്രിഡ്സ് അല്ല. ഹൈബ്രിഡ്സ് ആകുമ്പോഴത്തേക്ക് വെള്ളം വേണം, ഒരുപാട് നശിച്ചു പോകും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വന്നിട്ട് തന്നെ കുറച്ച് നാളായി, ഇതുവരെ ഇത് നശിച്ചു പോയിട്ടില്ല. അതേപോലെ തന്നെ റോസ് വെറൈറ്റീസ്. റോസിനകത്ത് കുറേ പ്ലാന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം കണ്ടപ്പോൾ നിങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ട് കാണിച്ച പ്ലാന്റുകളാണ് ഈ കാണുന്നവ. ശ്രീലങ്കൻ മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് പൂ പിടിക്കുന്ന എന്നും പൂവുള്ളൊരു പ്ലാന്റാണ്. അടുത്തതായി പിച്ചകമാണ്. പിച്ചകത്തിൻ്റെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണം കുറവാണ്, എന്നാലും നിറച്ച് പൂക്കുന്ന പ്ലാന്റാണ്. അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഗോൾഡൻ ഗൂഫിയ. നിറച്ച് പൂക്കും. അതേപോലെ തന്നെ വൈറ്റ് ഗൂഫിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരു എഡ്ജ് പ്ലാന്റൊക്കെ ആയിട്ട് നിർത്താനും ചട്ടി നിറച്ച് പൂ പിടിപ്പിക്കാനൊക്കെ നല്ലതാണ്. പണ്ടത്തെ നാടൻ വെറൈറ്റി ചെടികളുടെ ഒരു കമനീയമായ ശേഖരം നമുക്കിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ കൊച്ചു പൂക്കൾ പിടിക്കുന്നതിനൊക്കെ ഇപ്പം ആരാധകർ ഒരുപാടാണ്. അന്നേരം അതേപോലെ തന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ഇപ്പം വയലറ്റ് മുല്ല. ഇപ്പോഴത്തെ ഈ കാണുന്നത് വയലറ്റ് മുല്ല എന്നാണ് ലോക്കലി ഇതിനറിയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പൂവാണ് വയലറ്റ് മുല്ലയ്ക്ക്. അതേപോലെ തന്നെ ഈസി ടു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. തെറ്റി നല്ല പഴയ പിങ്ക് തെറ്റിയാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ മെലസ്റ്റോമ നല്ല രസമായിട്ട് പൂ പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. അതേപോലെ തന്നെ വെള്ളം വേണ്ടുന്നൊരു പ്ലാന്റാണ്. നന്നായിട്ട് വെള്ളം വേണ്ടുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വെള്ളയൊക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലെൻഡാന പ്ലാന്റ്, പഴയ പൂച്ചെടി, ഒരുപാട് വീടുകളിൽ നിന്നും ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. എന്തോ ഒരു ഭംഗിയായിട്ട് പൂത്തുമറിഞ്ഞ് കിടക്കുന്നൊരു പ്ലാന്റാണെന്ന് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും പലയിടത്തും കണ്ട് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ മാൻഡിവില്ല യെല്ലോ, വൈറ്റ് ഇങ്ങനെയുള്ളവ. ഇത് സാധാ, അതായത് അലമാൻഡ യെല്ലോ എന്നും ഇനി അറിയപ്പെടും. ക്രീപ്പിംഗ് അലമാൻഡ യെല്ലോ എന്നും അറിയപ്പെടും. അതേപോലെ തന്നെ ഇത് മാൻഡിവില്ല വൈറ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റുകളിൽ ഒന്നാണ് മാൻഡിവില്ല വൈറ്റ്. കാര്യം വലിയ കെയറൊന്നും ഇല്ലാതെ തന്നെ നിറച്ച് പോകും. റെഡിനെയും പിങ്കിനെയും അപേക്ഷിച്ച് വെള്ളം നന്നായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇത് ഭദ്രകാളി തെറ്റിയാണ്. ആ കാളിത്തെറ്റി എന്നൊക്കെ അറിയപ്പെടും. നല്ല നിറച്ച് വലിയ കൊല പോലെ പൂക്കുന്ന പ്ലാന്റാണ്. ഇല കാണുമ്പോൾ മനസ്സിലാവും പ്ലാന്റ് ഏതാണെന്ന്. നീളം കൂടിയ ഇലയാണ്. ഭദ്രകാളിത്തെറ്റി എന്നാണ് ലോക്കലി ഇത് അറിയപ്പെടുന്നത്.
അതേപോലെ തന്നെ ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റാണ്. ഒരുപാട് ആരാധകരുള്ള പ്ലാന്റാണ് ഗോൾഡൻ കാസ്കേഡ് എന്നറിയപ്പെടുന്ന ഈ തരം പ്ലാന്റ്. നിറച്ച് പൂ പിടിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ നമ്മളിതിനെ പരാമർശിച്ചിട്ടുണ്ട്. ഇല ആദ്യമേ പൂക്കൾ വന്നതിന് ശേഷം അത് മഞ്ഞ കളറിലുള്ള നല്ല പൂക്കളായി നല്ല ഗോൾഡൻ കളർ നിറത്തിൽ വന്നതിന് ശേഷമായിട്ട് ഇത് കളർ ചേഞ്ചായി പച്ച ഇലയായി അങ്ങ് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. വളരെ മനോഹരമായിട്ട് പൂത്ത് നിർത്താൻ പറ്റുന്ന ഒരു കാസ്കേഡ് പോലെ വീടിൻ്റെ മുകളിൽ ചട്ടിയിൽ നിർത്തി താഴോട്ട് നിറച്ച് പൂ പിടിപ്പിച്ച് നല്ലപോലെ കാസ്കേഡ് രീതിയിൽ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഗോൾഡൻ കാസ്കേഡ്. അതേപോലെ തന്നെ ബൊഗെയിൻവില്ലയുടെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഗോൾഡൻ യെല്ലോയും അല്ല, ഒരു ഓറഞ്ചും അല്ല, അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇന്ന് ഫ്ലവർ പൂത്തത് കൊണ്ട് നമ്മളെ ചാനലിൽ ഇന്ന് വീഡിയോ ആയിട്ട് ഇതുവരെ എല്ലാം നമുക്ക് കാണാനായിട്ട് ഇട്ടതാണ്. ഒരുപാട് പൂക്കൾ നമ്മളിപ്പം കണ്ടു. അഡീനിയത്തിൻ്റെ വെള്ള ഡബിൾ പെറ്റൽ, ഇത് നമ്മളെ മദർ പ്ലാന്റ് ആണ്. ഇതിനകത്ത് തൈ ഉണ്ടാക്കണം. ഭാവിയിൽ നമ്മൾ തൈ ഉണ്ടാക്കും. അതേപോലെ തന്നെ കുറേ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അതിന് ഈ വെറൈറ്റീസ് എല്ലാം നമ്മൾ പണ്ടേ കളക്ട് ചെയ്ത് വെച്ച പ്ലാന്റുകൾ ഇപ്പോൾ ഫ്ലവർ ചെയ്തതാണ്. പാത്തുമ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇത് ഡബിൾ ഷെയ്ഡ് തന്നെയാണ്. ചെറിയ ഒരു വൈറ്റ് അതിനകത്ത് ചെറുതായിട്ട് വരുന്നുണ്ട്, റെഡ്. അതേപോലെ തന്നെ പിന്നെ നമ്മളെ ക്രീപ്പിംഗ് റോസ് തന്നെയാണ്. വീണ്ടും ഒന്നുകൂടെ കാണിക്കുന്നതാണ്. ഇതാണ്ടേ, കണ്ടില്ലേ, പൂവിൻ്റെ സൈസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നിറച്ച് പൂക്കും. അതേപോലെ തന്നെ DAP വളമാണ് നന്നായിട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് ഹൈറ്റ് പൂവും. നമ്മളെ സ്പെസിമെൻ പ്ലാന്റാണ്. ഇന്ന് വന്നപ്പോൾ ഇന്നും അതിനകത്ത് പൂവുണ്ട്. ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് അത്. അതിനകത്ത് എപ്പോഴും ഫ്ലവറുണ്ട്. ഏതെങ്കിലും ഒരു ശിഖരത്തിൽ നല്ലപോലെ ഫ്ലവർ ഇല്ലാത്തൊരു ദിവസം കാണില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളെ മദർ പ്ലാന്റാണ് വേറൊരെണ്ണം. ഇത് നിറച്ച് പൂ പിടിക്കുന്നുണ്ട്, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അന്നേരം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ ഏതാണ് എന്ന് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നമ്മൾ ഫേസ്ബുക്കിൽ കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്നൊരു പേജുണ്ട്. അഥവാ ചാനൽ എന്തെങ്കിലും പ്രശ്നം പറ്റി പോയാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാനായിട്ട് ആ ഗ്രൂപ്പ് വഴി, ഫേസ്ബുക്ക് പേജ് വഴി നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റും. അതേപോലെ തന്നെ പുതിയ അപ്ഡേഷനും അറിയാൻ പറ്റും. അതേപോലെ ഫേസ്ബുക്ക് വഴി കയറി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജും കൂടെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനകത്തും കൂടെ കയറി കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അപ്ഡേഷൻ അതിനകത്തും കിട്ടും. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അന്നേരം കുറേ തൈകളൊക്കെ നമുക്ക് എല്ലാ പ്ലാന്റുകളൊന്നും കൊറിയർ ചെയ്യാൻ പറ്റില്ല. ചില വെറൈറ്റികൾ തന്നെ ഇതിപ്പം വള്ളി റോസിൻ്റെയൊക്കെ ചെറിയ തൈകളാണ്. അത് തന്നെ നിറച്ച് നല്ല സൈസിലുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാൻ സാധിക്കും. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക. അതേപോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങൾക്കൊരു പ്രചോദനം. അന്നേരം മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക്